അഡോബി ഫോട്ടോഷോപ്പിലെ തേർഡ് ചാപ്റ്ററിലെ തേർഡ് ടോപ്പിക് ലോക്കിംഗ് ലെയേഴ്സ്. സോ നമ്മൾ ആദ്യം വന്നപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ലോക്ക്ഡ് ആയിരുന്നല്ലോ. എങ്ങനെയാണ് ഒരു ലെയർ ലോക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് മൂവ് ടൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നീക്കാനും പിടിക്കാനും മായ്ക്കാനും തിരിക്കാനും എല്ലാം അവിടെ സാധിക്കും. നമ്മൾ ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് നമ്മൾ അറിയാതെ ബ്രഷ് മെറ്റെടുത്ത് വരയ്ക്കുകയാണെങ്കിലും ആ ഒരു ലെയറിൻ്റെ മുകളിൽ വരില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിലിവിടെ ലോക്കിൻ്റെ ഈ സെറ്റിങ്സിൽ ആദ്യത്തേതാണ് ലോക്ക് ട്രാൻസ്പെറൻറ്റ് പിക്സൽസ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബ്രഷിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ബി ക്ലിക്ക് ചെയ്ത് ബ്രഷ് എടുത്തിട്ട് ഞാൻ ബ്രഷിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുകയാണ്. ആംഗുലർ ബ്രാക്കറ്റിൽ ക്ലിക്ക് ചെയ്ത് നേരത്തെ നമ്മൾ ഈ നീല വച്ചിട്ട് ഈ ഒരു ലെയറിൽ വരച്ചിരുന്നല്ലോ. ഇപ്പം നമ്മുടെ ഇത് ലോക്കാണ്. നമ്മൾ ഇനി ഇതിൽ വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോക്ക് ചെയ്തേക്കുന്നത് ട്രാൻസ്പെറൻറ്റ്, അതായത് നമ്മുടെ ലെയറിലെ ട്രാൻസ്പെറൻറ്റ് പോർഷൻസ് ആണ്. ഇതിൽ ബേസിക്കലി ഈ പോർഷനൊക്കെ ട്രാൻസ്പെറൻ്റ് ആണ്. അവിടെ ഒന്നും കണ്ടന്റ് ഇല്ല. ആകെ കണ്ടന്റ് വരുന്നത് ഈ നീല വര വരച്ചേക്കണോടത്ത് മാത്രമാണ്. നമ്മൾ അതേസമയം ഈ നീല വരയുടെ മുകളിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കളർ അവിടെ വരും. പക്ഷെ അതിൻ്റെ മുകളിൽ വരയ്ക്കുകയാണെങ്കിൽ വരില്ല. അതായത് ബേസിക്കലി പറഞ്ഞു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ലെയറിൻ്റെ ഉള്ളിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോർഷൻ എവിടെ കിടക്കണോ അതൊക്കെ ഹൈഡ് ചെയ്ത് കളയും. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത കണ്ടന്റ് എവിടെയുണ്ടോ അവിടെ മാത്രമേ നമുക്കിനി വേറെ വരയ്ക്കാനോ പിടിക്കാനോ ഒക്കെ സാധിക്കുള്ളൂ. അതായത് നമ്മൾ ഫ്രെയിം ടൂൾ പഠിച്ചല്ലോ, അതായത് ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് പോകാതെ കണ്ടന്റ് ഉള്ളിൽ മാത്രം വരാൻ വേണ്ടിയിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇവിടെ വരിക. നമ്മുടെ കണ്ടന്റ് എവിടെയുണ്ടോ അവിടെ മാത്രമേ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് അൺലോക്കായി. ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് എവിടെ വേണമെങ്കിലും വരയ്ക്കാം. ട്രാൻസ്പെറൻ്റ് ആയിടത്തും അല്ലാത്തടത്തും ഒക്കെ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ലോക്ക് നോക്കാം, ലോക്ക് ഇമേജ് പിക്സൽസ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ലെയറിനെ മൊത്തത്തിൽ ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇനി ഒരു ബ്രഷ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വരയ്ക്കാനോ ഒന്നിനും സാധിക്കില്ല. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുഡ് നോട്ട് യൂസ് ദി ബ്രഷ് ടൂൾ ബിക്കോസ് ദ ലെയർ ഈസ് ലോക്ക്ഡ് എന്നാണ് കാണിച്ചേക്കുന്നത്. അതായത് ഈ ലെയർ ലോക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കില്ല. ട്രാൻസ്പെറൻറ്റിൽ മാത്രമല്ല ഒരു സ്ഥലത്ത് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പിന്നെ എന്താണ് ഇതിൽ ചെയ്യാൻ സാധിക്കുക? നമുക്ക് മൂവ് ടൂൾ എടുത്തിട്ട് ഇതിനെ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതിനൊന്നും നമുക്ക് യാതൊരു പ്രശ്നമില്ല. ഇത് നമ്മൾ അൺക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നേരത്തെ പോലെ എത്ര വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇനിയുള്ള ലോക്ക്, അതായത് പൊസിഷൻ ലോക്ക് ചെയ്യാനായിട്ട്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി എത്ര വേണമെങ്കിലും വരയ്ക്കാം. അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതേസമയം നമ്മൾ ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീങ്ങില്ല. നമ്മൾ എത്ര വലിച്ചാലും അതല്ല നീങ്ങുക, അതിൻ്റെ ബാക്കിലുള്ളതാണ്. കണ്ടോ, ഇതിൻ്റെ താഴത്തെ ഒരു ലെയറാണ് നീങ്ങുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെയർ പൊസിഷൻ ലോക്ക്ഡ് ആണ്. അതായത് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നമ്മളിത് നീക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇത് അൺലോക്ക് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് നീക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ നമ്മളൊരു ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന വരയുടെയോ ഒരു ആഡ് ചെയ്യുന്ന ചിത്രത്തിൻ്റെയോ ഒരു പൊസിഷൻ നീക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലോക്ക് വരുന്നത് ആർട്ട് ബോർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ലോക്കാണ്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ആണ്. അതിനെപ്പറ്റി നമ്മളിപ്പോൾ നോക്കണ്ട. ഇനി അതിൻ്റെ ഇപ്പുറത്ത് ലോക്കിൻ്റേതായിട്ടുള്ള പടമുള്ള ഒരു ഇതുണ്ട്. ഇത് ലോക്ക് ഓളാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യിക്കാനോ അതേപോലെ ഇതിൻ്റെ മുകളിൽ വരയ്ക്കാനോ ഒന്നിനും സാധിക്കില്ല. കംപ്ലീറ്റ്ലി ഈ ഒരു ലെയറിനെ ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇത് ബേസിക്കലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ശരിക്കും ലോക്ക് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്ര മൂവ് ചെയ്താലും ബാക്ക്ഗ്രൗണ്ട് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ബാക്ക്ഗ്രൗണ്ടിന് വ്യത്യാസമൊന്നും വരില്ല. ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ തന്നെ നിൽക്കും, ചേഞ്ച് ഒന്നും വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ലോക്ക് ചെയ്യുന്നത്.